യോഹന്നാൻ എന്ന അപ്പസ്തോലൻ എഴുതി വച്ചിരിക്കുന്ന 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ പരിശുദ്ധനായവൻ നിങ്ങളെ, ഇതാരോട് പറയുന്നത്? സഭയിലെ മൂപ്പനെ വിളിച്ചിട്ട് പറയുന്ന കാര്യമാണോ? അതെങ്ങനെ അന്യഭാഷ പറയുന്ന 4 പേരെ വിളിച്ചിട്ട് പറയുന്ന കാര്യമാണോ? അല്ല. ഇത് സാർവത്രിക ലേഖനമാണ്. ഇത് ഒരു സഭയ്ക്ക് എഴുതപ്പെട്ട ലേഖനമല്ല. യോഹന്നാന്റെ ലേഖനങ്ങൾ മുഴുവൻ കാതോലിക ലേഖനങ്ങളാണ്. എല്ലാ സഭയ്ക്കും, ഭൂമുഖത്തുള്ള സകലമാന സഭയ്ക്കും ബാധകമായ ഒന്നാണ് കാതോലിക ലേഖനം എന്ന് പറയുന്നത്. കൊറിന്തോസിലെ സഭയിൽ ഒരുപക്ഷെ അന്ന് നിലവിലുണ്ടായിരുന്ന ചില വ്യവസ്ഥിതികളെ കുറിച്ച് വിമർശിച്ചു കാണാം. എന്നാൽ കാതോലിക ലേഖനങ്ങൾ അങ്ങനെ അല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടെന്നറിയാമോ? സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചൊക്കെ ബോധം വരുത്താൻ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തന്നിരിക്കുക. ഈ പരിശുദ്ധാത്മാവ് എന്നോട് അനുദിനവും സംസാരിക്കുന്നുണ്ട് എന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നവർ മാത്രമാണ് ദൈവമക്കൾ. അല്ലാതെ നിങ്ങൾ വെറുതെ വായി തോന്നിയത് പറഞ്ഞ് നടന്നു, എവിടെയെങ്കിലും കുറച്ച് കലക്കവെള്ളത്തിൽ മുങ്ങിയത് കൊണ്ടൊന്നും നിങ്ങൾ ദൈവമക്കളായി തീരുന്നില്ല. തെറ്റിദ്ധരിക്കരുത്. ഈ ആത്മാവിനെ നാൾതോറും അനുസരിച്ച് ക്രിസ്തുവിന്റെ ആത്മാവോടുകൂടെ ജീവിക്കുന്നവൻ മാത്രമേ ക്രിസ്തുവിൽ അവകാശിയായി തീരുകയുള്ളൂ. അതൊക്കെ എഴുതി വെച്ച കാര്യങ്ങളായതുകൊണ്ട് അതിന് മാറ്റം വരുത്താൻ ആർക്കും ആകില്ല. ഈ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് പ്രാർത്ഥനാപൂർവം ഇത് വായിക്കുമ്പോൾ ക്രിസ്തു നമ്മിൽ പകർന്നിരിക്കുന്ന അഭിഷേകം നമ്മെ പഠിപ്പിക്കും. അതാണ് 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 26-ഉം 27-ഉം വായിച്ചാൽ ഇങ്ങനെ കാണും. വീണ്ടും പറയാം, 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 26-ഉം 27-ഉം വാക്യങ്ങളിൽ കാണും, നിങ്ങളെ വഴി തെറ്റിക്കുന്നവർ നിമിത്തമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. എന്ത് കാരണം കൊണ്ടാണ് യോഹന്നാൻ ഇത് എഴുതുന്നത്? ദൈവസഭയെ വഴി തെറ്റിക്കുന്നവർ വരുമെന്ന് പരിശുദ്ധാത്മാവിൽ മനസ്സിലാക്കി യോഹന്നാൻ എഴുതി വെച്ചു. നിങ്ങളെ വഴി തെറ്റിക്കുന്നവർ നിമിത്തമാണ് ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതുന്നത്. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അത് സത്യമാണ്, വ്യാജമല്ല. അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവിൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവവചനം വായിക്കുമ്പോൾ ആ സഭ എന്ത് പഠിപ്പിക്കുന്നു, ഈ സഭ എന്ത് പഠിപ്പിക്കുന്നു, അതങ്ങ് വിട്ടുകളയുക. ദൈവസമക്ഷം പ്രാർത്ഥനാപൂർവം ദൈവവചനം വായിക്കുമ്പോൾ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനാൽ നാം പഠിപ്പിക്കപ്പെടും. നോക്കണം, ഈ സ്ത്രീ ആരാണ്? ഈ സ്ത്രീ ആരാണെന്ന് വ്യക്തമായി പഠിക്കാൻ നമ്മൾ ആദ്യത്തെ വാക്ക് പഠിക്കണം. ആദ്യം സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു. എന്താണ് സ്വർഗം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്വർഗം എന്ന് പറയുന്നത് സഭയെ ഉദ്ദേശിച്ചാണ്. സഭയിൽ ഒരടയാളം കാണപ്പെട്ടു. ദൈവമക്കളുടെ ഇടയിൽ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. വെളിപ്പാട് പുസ്തകം പ്രതീകാത്മകമായ ഒരു പുസ്തകമാണ്. ഒരു സ്ത്രീക്കും സൂര്യനെ അണിയാൻ സാധ്യമല്ല. ഒരാൾക്കും സൂര്യൻ്റെ അടുത്ത് പോലും പോകാൻ സാധ്യമല്ല. ഇവിടെ സൂര്യൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണെന്നറിയാൻ മലാക്കി പ്രവാചകന്റെ പുസ്തകം, അതായത് അവസാനത്തെ പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് ദൈവം തന്നിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദത്തത്തെക്കുറിച്ച് വായിക്കാം. മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. ഈ സൂര്യൻ എന്ന് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വിളിച്ചിരിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ്. ആ ക്രിസ്തുവിനെ നിങ്ങൾക്ക് ഒരു വസ്ത്രം പോലെ ധരിക്കാൻ പറ്റുമോ? പറ്റും എന്നുള്ളതിന് തെളിവാണ് ഗലാത്യ 3:27. ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനെ ധരിച്ചു നിൽക്കുന്നതായിട്ടാണ് സ്വർഗം കണക്കാക്കുന്നത്. നിങ്ങൾ ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച് മുഴുവനും വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും നിൽക്കുന്നത് ആരായിട്ടാണ്?
ക്രിസ്തുവിനെ ധരിച്ചാണ്. ഇനി ഈ സ്ത്രീ നിൽക്കുന്നത് ചന്ദ്രന്റെ മേലാണ്. എന്ന് വെച്ചാൽ ചന്ദ്രൻ ഈ സ്ത്രീയുടെ കാലിന്റെ കീഴെയാണ്. എന്ന് വെച്ചാൽ ആ ചന്ദ്രന്റെ സ്വഭാവത്തെ ഈ സ്ത്രീ ജയിച്ചിരിക്കുന്നു എന്നർത്ഥം. ഉദാഹരണത്തിന് ഞാനൊരു മദ്യപാനിയാണെന്ന് വെക്കുക. മദ്യത്തിന് അടിമപ്പെട്ട എന്നെ ഒരു കാർട്ടൂണിസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ എൻ്റെ തലയിൽ ഒരു കുപ്പി കാണിക്കും. ഞാൻ എവിടെ നിൽക്കും? കുപ്പിയുടെ താഴെ. കാരണം ഞാൻ ഇതിന് കീഴ്പ്പെട്ടിരിക്കുക. പക്ഷെ ഇവിടെ ഈ സ്ത്രീ ചന്ദ്രന്റെ മുകളിലാണ് കാണപ്പെടുന്നത് എന്നതുകൊണ്ട് ഈ സ്ത്രീ ചന്ദ്രനെ ജയിച്ചിരിക്കുന്നു എന്നർത്ഥം. എന്താണ് ചന്ദ്രനെ ജയിക്കുക എന്ന് വെച്ചാൽ അർത്ഥം? ചന്ദ്രനെ ജയിക്കുക എന്ന് വെച്ചാൽ എന്താ ചന്ദ്രന്റെ ഒരു രീതി? ഒരു ദിവസം ഒരു വല്യപ്പടം പോലെ ഫുള്ള്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് ഇല്ലാതായി വട്ടപ്പൂജ്യം. പിന്നെ ഒരു ചെറിയ തേങ്ങാപ്പൂള് പോലെ അരിഷ്ടിച്ച് കാണാവുന്ന ഒരു രൂപം. പിന്നെ വീണ്ടും വലുതായി ഒരു പൂർണ്ണചന്ദ്രൻ. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴോ പണ്ടത്തെ ചന്ദ്രൻ തെങ്ങുമ്പോൾ തന്നെ. ഇത് ഇന്നത്തെ വിശ്വാസികളുടെ ഒരു രൂപം. എന്ന് വെച്ചാൽ 4 ദിവസം അവൻ നല്ല ആത്മീയതയിലാണെങ്കിൽ പിന്നെ കുറച്ച് ദിവസം അവൻ വീണ്ടും പിന്മാറ്റത്തിൽ, പിന്നെ വീണ്ടും അവനൊരു ഉണർവ് വരും, പിന്നെ അവൻ വീണ്ടും പോകും. ഈ ക്ഷയ സ്വഭാവത്തെ ജയിച്ചവളാണ് ഈ സ്ത്രീ എന്നർത്ഥം. അപ്പം ക്ഷയ സ്വഭാവത്തെ ജയിക്കാതെ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ പറ്റില്ല. നമുക്ക് പറഞ്ഞിരിക്കുന്ന മാർഗം വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്. ഇതിൽ പിന്മാറി പോകാൻ നമുക്ക് ഒരു പഴുതും ദൈവം വെച്ച് നിന്നിട്ടില്ല. നാം കയറി പോകേണ്ടത് 100 സ്റ്റെപ്പാണെന്ന് കൂട്ടുക. നിങ്ങൾ പടിയായി ഉയർന്ന് 98ാമത്തെ പടിയിലെത്തി. ഒരു ദിവസം നിങ്ങൾ ഒരു സ്റ്റെപ്പ് കടന്ന് 97ാമത്തെ പടിയിലേക്ക് വന്നാൽ നിങ്ങൾ നിൽക്കുന്ന ആരുടെ കൂട്ടത്തിലാണെന്നറിയാമോ? പിന്മാറ്റക്കാരന്റെ കൂട്ടത്തിലാണ്. നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ഉള്ളത്തിൽ പ്രസാദമില്ലെന്ന് ഇതിനകത്ത് എഴുതി വെച്ചു. അത് മാറ്റാൻ പറ്റില്ല. അപ്പൊ വേറെ ഒരാള് 35ാമത്തെ പടിയിലേക്ക് ഏന്തി വലിഞ്ഞു വരുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവനിൽ ദൈവത്തിന് പ്രസാദമുണ്ട്. കാരണം അവൻ 33, 34, 35, 36 കയറിക്കൊണ്ടിരിക്കുക. നീ 98-ലെത്തിയിട്ട് പിന്നെ അവിടുന്ന് പടവലങ്ങ പോലെ കീഴോട്ടാ വളരുന്നത്. അതുകൊണ്ട് നിന്നിൽ പ്രസാദം ഇല്ല. അതുകൊണ്ട് സൂക്ഷിച്ചോ. കാരണം ഈ മാർഗം അണ്ടനും അടകോടനും വേണ്ടിയുള്ളതാണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളുകളൊക്കെയും കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന മാർഗത്തിലൂടെ ജീവിക്കണം. അഴുക്കായിട്ടുള്ളവൻ ഇനിയും അഴുക്കാട്ടെ, വിശുദ്ധനോ ഇനിയും വിശുദ്ധി പ്രാപിക്കട്ടെ, നീതിമാനോ ഇനിയും നീതീകരണം പ്രാപിക്കട്ടെ. അവന് അനാസ്ഥയ്ക്ക് വഴിവെക്കുന്ന, അവന് ഉതപ്പ് വരുത്തുന്ന ഒരു വാക്യം പോലും ദൈവവചനത്തിൽ കിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ സ്ത്രീ സൂര്യനെ അണിഞ്ഞിരിക്കുന്നു, അവൾ ചന്ദ്രനിൽ നിൽക്കുന്നു, അവളുടെ തലയിൽ കിരീടം കാണിക്കുന്നത് അവളുടെ മഹത്വത്തെയാണ്. രാജാക്കന്മാരാണ് തലയിൽ കിരീടം വയ്ക്കുന്നത്. ഈ കിരീടത്തിൽ 12 നക്ഷത്രങ്ങൾ. 12 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പസ്തോലിക സംഖ്യയാണ്. അപ്പസ്തോലന്മാരുടെ എണ്ണമല്ല പ്രിയപ്പെട്ടവരെ, അപ്പസ്തോലിക സംഖ്യ. ഈ അപ്പസ്തോലിക സംഖ്യ ഉള്ള കിരീടത്തിന് കീഴെയാണ് ഈ സ്ത്രീ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ സഭ അപ്പസ്തോലിക ഉപദേശങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പസ്തോലന്മാർ ആദ്യം പറഞ്ഞ പ്രസംഗത്തിലാണ് പറഞ്ഞെന്താണ് നമുക്ക് അറിഞ്ഞൂടെ? മനസ്സിൽ കുത്തുകൊണ്ടിട്ട് അവർ ചെന്നു, ആകയാൽ സഹോദരന്മാരെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച് വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങളെ സൂക്ഷിച്ച് അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ട് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് കൂട്ടായ്മ കാണിച്ച് ഇല്ലേ? ആ 7 തൂണുകളെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം വായിച്ചിട്ടുള്ളതാണ്. അപ്പൊ അപ്പസ്തോലിക ഉപദേശത്തിന് കീഴെ നിൽക്കുന്നതാണ് ദൈവസഭയുടെ മഹത്വം. അതിന് അപ്പസ്തോലന്മാർ നമുക്ക് വചനത്താൽ ഏൽപ്പിച്ചു തന്നിട്ടില്ലാത്ത എല്ലാവിധ വ്യർത്ഥമായ പാരമ്പര്യങ്ങളിൽ നിന്നും മനുഷ്യൻ അകന്നു നിൽക്കണം. കാരണം ദൈവശക്തിയെ കെടുത്തിക്കളയുന്ന ഒന്നായിട്ടാണ് പാരമ്പര്യത്തെ നമ്മുടെ കർത്താവ് എപ്പോൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും സംസാരിച്ചിട്ടുള്ളൂ.